ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കളങ്ങളിൽ പോലും വിരിഞ്ഞ ചില സ്നേഹപുഷ്പങ്ങളുണ്ട്. ദാഹിച്ചു തളർന്ന് മരണത്തോട് മല്ലിട്ടു കിടക്കുമ്പോഴും തന്റെ അരികിലിരിക്കുന്ന സഹോദരന് ഒരു തുള്ളി വെള്ളം ആദ്യം നൽകാൻ കൈ കാണിച്ച ആ പഴയ പോരാളികളുടെ കഥ. തനിക്ക് ദാഹിക്കുന്നുണ്ടായിട്ടും തന്നേക്കാൾ കൂടുതൽ അത് മറ്റൊരാൾക്ക് ആവശ്യമാണെന്ന് കരുതുന്നിടത്താണ് മനുഷ്യത്വം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. മറ്റൊരാളുടെ കണ്ണിലെ നനവ് കാണാൻ സ്വന്തം കണ്ണുകളിൽ ഈർപ്പമുണ്ടാവണം. അയാളുടെ വേദന സ്വന്തം വേദനയായി അനുഭവപ്പെടുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ മനുഷ്യനാകുന്നത്. തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയില്ലാതെ നൽകുന്ന സ്നേഹത്തിന് ദൈവികമായ ഒരു സ്പർശമുണ്ട്. അത് നൽകുന്നവർക്ക് ലഭിക്കുന്ന സമാധാനം ലോകത്തെ മറ്റൊരു സമ്പത്തിനും നൽകാനാവില്ല. ഒരു വിളക്കിൽ നിന്ന് മറ്റൊരു വിളക്ക് കൊടുത്തുമ്പോൾ ആദ്യത്തെ വിളക്കിന്റെ പ്രകാശം കുറയുന്നില്ല, മറിച്ച് ആ ഇടം കൂടുതൽ പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് കരുണയുടെ ഒരു ചെറുപുഞ്ചിരിയെങ്കിലും എറിയാൻ നമുക്ക് സാധിക്കണം. ഒരാളുടെ പട്ടിണി മാറ്റാനോ ഒരാളുടെ സങ്കടത്തിൽ അത്താണിയാകാനോ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ അവിടെ മനോഹരമായൊരു സ്വർഗം പണിയപ്പെടുകയാണ്. സ്വന്തം സുഖം മാത്രം നോക്കുന്ന ഞാൻ എന്ന ചിന്തയിൽ നിന്ന് മറ്റുള്ളവരുടെ ക്ഷേമം കൂടി ആഗ്രഹിക്കുന്ന നമ്മൾ എന്ന വികാരത്തിലേക്ക് വളരുമ്പോഴാണ് മദീനയിലെ ആ വലിയ മനുഷ്യൻ പകർന്നു തന്ന മാതൃക നമ്മുടെ ജീവിതത്തിലും അർത്ഥവത്താകുന്നത്.